ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് സൂനഗാരയിലാണ്. സോ ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് മലേഷ്യയിൽ. ഇനി നമ്മൾ വിചാരിച്ചു സൂവിൽ വന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന്. ആൻഡ് ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആരാണെന്ന് നമ്മൾ പറയില്ല. സൂ ആണ് മലേഷ്യയുടെ നാഷണൽ സൂ. ഇവിടെ എക്സോട്ടിക് ആയിട്ടുള്ള പല ആനിമൽസ് ലൈക്ക് എമു, പിന്നെ സംഖബരാങ്, റെയിൻഡിയേഴ്സ്, സിംഗാഗ്, എലിഫൻറ്റ്, അങ്ങനെ പല ആനിമൽസും ഇവിടെ കാണുന്നതാണ്. ആൻഡ് നമ്മുടെ ഇന്ത്യയിൽ കാണാത്തൊരു സ്പെഷ്യൽ ആനിമൽ ഇവിടെ ഉണ്ട്. എൻ്റെ ഡ്രസ്സ് കണ്ട ഏകദേശം ഒരു ക്ലൂ കിട്ടും. അതിനെ കാണാനാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ വരെ വന്നത്. Any guesses? Let us know in the comments. ആദ്യം പോകുന്നത് റിംബ ബയോഡൈവേഴ്സിറ്റിയിലേക്കാണ്. സോ ഈ ബയോഡൈവേഴ്സിറ്റിയിലുള്ള ആളാണ് ഇയാൾ. അമ്മേ, ആയുഷുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജീവിയാണ്. അതെ. സോ ഈ കത്തക് ബർത്തൻബുക്ക് എന്ന് പറയുന്ന തവളേനെയാണ് സ്പോട്ട് ചെയ്യേണ്ടത്. അജീഷ് അതിനെ സ്പോട്ട് ചെയ്ത് കാണിച്ചു തരും. നിങ്ങൾക്ക് തവളയെ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഏഷ്യൻ കോമൺ ഫ്രോഗ്. അതെന്തോ എക്സസൈസ് ചെയ്യാൻ നിൽക്കുമെന്ന് തോന്നുന്നു. ശരിക്കും ഒരു ഇതെങ്ങനെയാണോ അതുപോലെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കുറച്ച് സ്റ്റിക്ക് ആയിരിക്കും കാണുന്നത്. അപ്പോൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് സ്റ്റിക്ക് ഇൻസെക്ട്. പക്ഷെ വേറൊരു എക്സൈറ്റിംഗ് ആണ് സാധനം ഇവിടെ വന്ന് കണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് കോക്രോച്ച് ആണ്. പക്ഷേ ചത്തുപോയി ഗൈസ്. പക്ഷെ ഒന്നും വിഷമിക്കണ്ട, ഇതാ വേറെ I am a lobster. ഇതാണ് ഫ്രഷ് വാട്ടർ ലോബ്സ്റ്റർ. ഫ്രഷ് വാട്ടർ ബ്ലൂ ലോബ്സ്റ്റർ. ഹായ് ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദുബായ് കോക്രോച്ച്. ഇന്നിറങ്ങി നമ്മൾ നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ് നമ്മളുടെ ജിറു. ഞങ്ങളുടെ തായ്ലൻഡ് വീഡിയോസ് കണ്ടവർക്കാണ് ഈ ജിറുവിന് അറിയാം. ഇത് മലേഷ്യൻ ജിറു ഗൈസ്, മലേഷ്യൻ ജിറു. ഇവിടെ നിന്നാണ് ജിറാഫ് വെള്ളം കുടിക്കുന്നത്. പാവം കഴുത്തൊക്കെ ഫുൾ കുനിച്ച് തല കുനിച്ച് വേണം വെള്ളം കുടിക്കാൻ. നമ്മൾ ഇവിടുത്തെ ജിറാഫിനെ പറയുന്നത് സിറാഫ എന്നാണ്. ജിറാഫ. ആൻഡ് അജീഷ ഒരു ജിറാഫിൻ്റെ ഇത്രയേ ഉള്ളൂ. ഹായ് ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്ന ബേർഡ്സ് ഒറിജിനൽ ആണോ എന്ന് ഡൗട്ടില്ലേ? ഞങ്ങൾക്കുമുണ്ട്. ഒറിജിനലാണ് ഗൈസ്. ആഴ്ച പോയി ടെസ്റ്റ് ചെയ്യും. ഒറിജിനലാണ്. ഒറിജിനൽ അല്ലേ? ആണ്. ഹായ് ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ടാപ്പിർ, അതായത് മലയൻ ടാപ്പിർ ആണ്. ഇത് ഇന്തോനേഷ്യ, മലേഷ്യ, മ്യാൻമർ, തായ്ലൻഡിലാണ് ജീവിക്കുന്നത്, കണ്ടുവരുന്നത്. 30 years ആണ് ഇതിൻ്റെ ലൈഫ് സ്പാൻ. ഇത് ഫ്രൂട്ട്, ലീവ്സ് ആൻഡ് അക്വാറ്റിക് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു മൃഗമാണ്. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഒരു ഏവിയറിയിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ആളാണ് സ്റ്റോർക്ക്. ഹായ് സ്റ്റോർക്ക്. ഹായ് ഐഷു. എന്തൊക്കെയുണ്ട് വിശേഷം? I'm doing fine ഐഷു. ഓക്കെ ബൈ. Bye. Smell of India? നമ്മൾ എക്സോട്ടിക് ആയിട്ടുള്ള ഒരു ബേർഡിനെ കാണാൻ പോവാണ്. ഇതുവരെ നമ്മൾ ആരും കണ്ടിട്ടില്ല, ഒരു ഫ്രഷ് സാധനമാണ്. അതാണ് കോഴി. നമ്മുടെ നാട്ടിലെ കോഴികൾക്ക് ചിലപ്പം ജലസായിരിക്കും, കാരണം ഈ കോഴികൾ മലേഷ്യയിലാണല്ലോ. അതെ, സൈസ് കണ്ടു. നല്ല ഫുഡൊക്കെ കിട്ടുന്നുണ്ട് തോന്നുന്നു. ചിക്കൻ കറി ആണെങ്കിൽ ഒരു 5 കിലോ എങ്കിലും ഉണ്ടാകും. അതെ. ഇതാണ് ഗ്രേറ്റ് ഹോൺബിൽ, സ്കാർലറ്റ് ഐറിസ്. ഇവിടെ സ്പോട്ടഡ് ഡിയർ ഉണ്ടെന്നുകൊണ്ട് ഒന്നിനും സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങോട്ട് നോക്കൂ. അങ്ങോട്ട് നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ. എവിടെ? സൂം ചെയ്ത് നോക്കൂ. ഓ, ദേ സ്പോട്ടഡ് ഡിയർ. Yeah, we spotted it, guys. പക്ഷെ ഇവിടെ നോക്കൂ, കുറേ സ്പോട്ട് ഇല്ലാത്ത ഡിയേഴ്സും ഉണ്ട്. കരിഞ്ഞു പോയതാ തോന്നുന്നു. സിംഗം. യോ ഗായ്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിംഗമാണ് ഗായ്സ്. സിംഗം ഉറക്കം വന്നിരിക്കുന്ന സിംഗം. രാവിലെ തന്നെ 5 more minutes. അതിശ രാവിലെ ഇങ്ങനെയാ എണീക്കാൻ പറഞ്ഞ കണ്ണിങ്ങനെ അടച്ചിരിക്കും. നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത് മലയൻ ടൈഗർ ആണ്.
ഇത് കഴിക്കുന്നത് കരടിയാണ്. ഇത് കണ്ടുവരുന്നത് മലേഷ്യയിലാണ്. മലേഷ്യയിൽ റെയിൻ ഫോറസ്റ്റിലാണ് കണ്ടുവരുന്നത്. ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 10 തൊട്ട് 15 വർഷം വരെയാണ്. ടൈഗറിൻ്റെ കുളത്തിൽ ടൈഗർ മാത്രമല്ല കുറേ മീനൊക്കെ ഉണ്ട്. ടൈഗർ സ്വിം ചെയ്യുമ്പം വിശന്ന കഴിക്കാനിരിക്കും. ടൈഗർ നമ്മൾ അപ്പുറത്ത് കണ്ട ടൈഗർ ഭയങ്കര പാവമായിരുന്നു. പക്ഷെ ഇവിടെയുള്ള ടൈഗർ ഭയങ്കര അഗ്രസീവാണ്. സൗണ്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നടക്കുക. ഇതാണ് വൈറ്റ് ബംഗാൾ ടൈഗർ. ഈ ടൈഗർ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഐഷു ടൈഗറിൻ്റെ മുന്നിൽ ധൈര്യപൂർവ്വം പോയി ഇരുന്ന് ഫോട്ടോ എടുത്തതാണ്. അജിഷയുടെയും ഉണ്ട്. പഴയ വീഡിയോസ് നോക്കി നിങ്ങൾക്ക് കാണാം. ആ ഫോട്ടോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിലും. നീന്തി കളിക്കുന്ന ടൈഗർ. നമ്മൾ പോകുന്നതാണ് സവാന വോക്ക്. സോ നമ്മളങ്ങനെ കാത്തിരുന്ന ആ സ്ഥലത്തെത്തിരിക്കുകയാണ്. ഇതാണ് ആ സ്ഥലം. ആർ യു എക്സൈറ്റഡ്? ഐ ആം വെരി മച്ച് എക്സൈറ്റഡ്. സോ നമ്മൾ അങ്ങോട്ടേക്ക് കയറുവാണ്. ലാസ്റ്റ് ഗെസ്സസ് അതെ, കമൻറ്റ് ഇടൂ. അവസാനത്തെ ഗെസ്സസ്. യെസ്, ഇതാ മുള്ളപന്നി. ബന്നിയും മങ്കിയും. സോ ദിസ് ഈസ് ആഫ്രിക്കൻ ക്രെസ്റ്റഡ് പോർക്യുപൈൻ. നമ്മുടെ നാട്ടിലെ മുള്ളമ്പന്നി. നമ്മുടെ നാട്ടിലല്ല, സോറി, ആഫ്രിക്കയിലെ മുള്ളമ്പന്നി. അങ്ങനെ മുള്ളമ്പന്നിയുടെ ഫുഡ് എടുക്കാൻ നിൽക്കുന്ന മങ്കീസ്. ഹായ് ഗായ്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡ്രോമിഡറി ക്യാമലാണ്. ഇതിൻ്റെ ജസ്റ്റേഷൻ പീരീഡ് 13 months ആണ്. ഇത് കഴിക്കുന്നത് പ്ലാന്റ്സ്, ബോൺസ് ആണ്. പിന്നെ ഇത് മിഡിൽ ഈസ്റ്റേൺ ഏഷ്യയിലാണ് കണ്ടുവരുന്നത്. ഞാൻ കിടക്കണ്ടെന്ന് തോന്നണ്ട. ഇതിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെ ഏറ്റവും വലിയ ബാങ്ക് ആയിട്ടുള്ള അംബങ് ബാങ്ക്. ക്യാമലിനെ നമ്മൾ അറബിക്കിൽ ജമാൽ എന്ന് പറയും. അപ്പം ഈ അല്ലൊട്ടഹ എന്താണ്? അൽ ഫത്തലു. അങ്ങനെ നമ്മൾ ഫൈനലി നടന്ന് എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. എന്നാലും നിങ്ങൾ ഗസ് ചെയ്യൂ ഗൈസ്. ഞങ്ങൾ ഫൈനലി പാൻറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 പാൻഡാണുള്ളത്. ഇതാണ് ഫെങ്ങി. സോ ക്യൂട്ട്. ഇതാണ് അവർക്ക് കളിക്കാനൊക്കെ ഉള്ള സ്ഥലം. ഇതാണ് സെക്കൻഡ് പാൻഡ. അതും ഉറക്കമാണ്. ഹായ് ഗൈസ്, ഒരു ഫാക്ട് ഞാൻ പറഞ്ഞുതരാം. 80% ഓഫ് പാണ്ട കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ആവാറില്ല. ഈ ഡൈജസ്റ്റ് ആവാത്ത പൂപ്പില്ലേ, അത് നോക്കിയിട്ടാണ് നമ്മൾ പാണ്ടയുടെ ഹെൽത്ത് മനസ്സിലാക്കുന്നത്. ഇതെങ്ങനെ കിട്ടി? പാണ്ടയുടെ ഡയറ്റ് ഡെയിലി 25 കിലോ ബാമ്പു, 1.5 കിലോ ക്യാരറ്റ്, ആപ്പിള്, പിയേഴ്സ്, പാണ്ട കേക്ക് എല്ലാം കൊടുക്കും. ഇതാണ് പാണ്ട കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ. ഇതാണ് പാണ്ട കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഫ്രൂട്ട്സ് ഒക്കെ. ജീവനുള്ളൊരു അന്നമ്മ. അനക്കൊണ്ടപ്പോൾ ഇത്രയും സൈസ് ഉള്ളൂ. തായിൽ പോയപ്പോൾ അജിഷ പിക്കെടുത്ത പൈത്തൻ. ഇതാണ് അർജന്റീന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെക്സ്റ്റ്. ഇതാണ് പാമ്പിൻ്റെ മുട്ടയിട്ട് അമ്മേനെ കൂടെ കാണിക്കൂ. എന്നോട് പറയല്ലേ മാട്ട ഫുഡ് അടിക്കും. ഇതാണ് മാട്ട. ഇപ്പോഴത്തെ സൂള് നാട്ടിലെ പോലെ അല്ല, വെറൈറ്റി ആനിമൽസാണ് മൊത്തം. ഒരു പൂച്ച. ഓക്കെ, സോ നമ്മളങ്ങനെ നമ്മുടെ സൂനഗാരെ എക്സ്പ്ലോർ ചെയ്തു. ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, കാരണം നമുക്ക് പോവേണ്ട അത്യാവശ്യമുണ്ട്. ഒരു ടിപ്പ് ഞാൻ പറയാം, നമ്മൾ ഏർലി മോർണിംഗ് വരുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. ക്രൗഡ് ഭയങ്കരമായിട്ട് ഒഴിവാക്കാം. പക്ഷെ സൂ ഓപ്പൺ ആവാൻ തന്നെ ഉള്ളൂ. സോ ഏർലി മോർണിംഗ് വരണ്ട. അതായത് ഒരു 8 മണിക്കൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് ഒരു കറക്റ്റ് 9 മണിക്ക് ഇവിടെ എത്തണം. അപ്പം നമുക്ക് ക്രൗഡ് മാക്സിമം ഒഴിവാക്കാം. പിന്നെ അതുപോലെ നല്ല ടൈം വേണം, കാരണം കുറേ നടക്കാനൊക്കെ ഉണ്ട്. അപ്പം ഹായ്, സോ നമുക്ക് സൂയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു. ബിക്കോസ് നമ്മുടെ ഫ്ലൈറ്റ് എന്നാണ് ലൈക്ക്
കുറച്ച് ലാസ്റ്റ് ഡേ ആണല്ലോ. കുറച്ച് ലേറ്റ് ഷോപ്പിംഗ് ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് തരാനുള്ള കുറച്ച് ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റാർട്ടിങ് ടൈം, അതായത് സൂ ഓപ്പൺ ചെയ്യുന്നത് 9 മണിക്കാണ്. അപ്പം മാക്സിമം 9 മണിക്ക് എത്താൻ കഴിയാ വെച്ചാൽ കുറച്ചുകൂടെ നല്ല ക്രൗഡ് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമുക്ക് കുറേ ടൈമുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ, കാരണം അത്രമാത്രം അതിനുള്ളിൽ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ടിക്കറ്റ്സ് ഓൺലൈൻ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ചീപ്പറായിട്ട് കിട്ടും. പിന്നെ ടിക്കറ്റ് എപ്പോഴും നമ്മൾ ഒരു ദിവസം മുമ്പ് എടുക്കണം, കാരണം നെക്സ്റ്റ് ഡേ മാത്രമേ അതൊന്ന് റെഡീം ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കുടിക്കാനുള്ളതും കഴിക്കാനുള്ളതായിട്ട് പോവുക അകത്ത്. പക്ഷേ ചില സ്ഥലത്തൊന്നും അലൗഡ് അല്ലാത്തത് പുറത്ത് വയ്ക്കുക. അലൗഡ് ഉള്ള സ്ഥലത്ത് അത് കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്, ബിക്കോസ് ഭയങ്കര വെതർ കൂടുതലാണ്. പിന്നെ ഓൾസോ സൺസ്ക്രീൻ ഈസ് ദ കീ. സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പറ്റിയ ഹാറ്റും ഷെയ്ഡ്സൊക്കെ എടുക്കുക. ആൻഡ് ഓൾസോ ഫുൾ സ്ലീവ്സ് ഒക്കെ ഇട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം അത്രയും ചൂടായി ഇതാവും. അപ്പം അതായിരുന്നു നമ്മുടെ സൂനഗാരയുടെ ചെലവ്. നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ഉള്ളത് കുറെ കവർ ചെയ്തു നമ്മൾ. നല്ല രീതിയിൽ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ബൈ.